ഫ്രം ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ചില ജീവിതങ്ങൾ കാലത്തെ അതിജീവിക്കുന്നു. സാധാരണത്വത്തിൻ്റെ അതിരുകൾ ഭേദിച്ച് അത്ഭുതങ്ങളുടെയും അനശ്വരമായ സ്നേഹത്തിൻ്റെയും ഇതിഹാസങ്ങളായി മാറുന്നു. ഇന്ന് അത്തരമൊരു ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വിശുദ്ധ സ്കൊളാസ്റ്റിക്കയെ പറ്റി. ഏകദേശം 480 AD ഇറ്റലിയിലെ നർസിയയിൽ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ഇരട്ട സഹോദരിയായി സ്കൊളാസ്റ്റിക്ക ജനിച്ചു എന്ന് കരുതപ്പെടുന്നു. ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചിട്ടും ചെറുപ്പം മുതലേ ലോകത്തിലെ സമ്പത്തിനോടൊന്നും അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ദൈവത്തോടുള്ള ഭക്തിയായിരുന്നു അവരുടെ ലോകം. മൊണ്ടെ കാസിനോയിൽ ആശ്രമം സ്ഥാപിച്ച സഹോദരനെ പിന്തുടർന്ന് മൊണ്ടെ കാസിനോയിൽ നിന്ന് ഏകദേശം 5 മൈൽ അകലെ പിയുമാറോളയിൽ കന്യാസ്ത്രീകളുടെ ഒരു ബെനഡിക്റ്റൻ ഒരു മഠം അവിടെ രൂപം കൊണ്ടു. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ നിയമങ്ങൾ പിന്തുടർന്ന് സന്യാസ സഭയുടെ സ്ത്രീ വിഭാഗമായി വളർന്നു. വേർപിരിഞ്ഞ സന്യാസ ജീവിതം നയിച്ചിരുന്നുവെങ്കിലും സ്കൊളാസ്റ്റിക്കയ്ക്കും ബെനഡിക്റ്റിനും തമ്മിൽ ആഴമായ ഒരു ആത്മീയ ബന്ധമുണ്ടായിരുന്നു. അവരുടെ നിയമങ്ങളാൽ നയിക്കപ്പെട്ട് അവർ വർഷത്തിലൊരിക്കൽ തങ്ങളുടെ ആശ്രമങ്ങൾക്ക് നടുവിലുള്ള ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്കും ദൈവത്തെക്കുറിച്ചുള്ള വിശുദ്ധ സംഭാഷണത്തിനുമായി ഒത്തുചേർന്നു. ഈ കൂടിക്കാഴ്ചകൾ അവരുടെ ഭക്തിയും ദൈവത്തോടുള്ള പരസ്പര സ്നേഹവും എടുത്തു കാണിക്കുന്നതായിരുന്നു. ചിട്ടയായ പ്രാർത്ഥന, ജോലി, കൂട്ടായ്മ ഇവയ്ക്കെല്ലാമാണ് ഈ ബെനഡിക്റ്റൻ സന്യാസ സമൂഹം പ്രാധാന്യം നൽകിയിരുന്നത്. സ്കൊളാസ്റ്റിക്കയ്ക്കാകട്ടെ നിശബ്ദതയുടെ പ്രാധാന്യം ഊന്നി പറയുന്നതായിരുന്നു. ദൈവത്തെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ അവർ ഉപദേശിച്ചു. അവസാന കൂടിക്കാഴ്ചയിൽ മരണമടുത്തെന്നറിഞ്ഞ സ്കൊളാസ്റ്റിക്ക രാത്രി മുഴുവൻ സംസാരിക്കാൻ ബെനഡിക്റ്റിനോട് പറഞ്ഞു. എന്നാൽ ബെനഡിക്റ്റ് വിസമ്മതിച്ചപ്പോൾ അവർ ശക്തമായി പ്രാർത്ഥിക്കുകയും അതേ തുടർന്ന് ശക്തമായൊരു കൊടുങ്കാറ്റ് ഉണ്ടാവുകയും ഇതേപ്പറ്റി ബെനഡിക്റ്റ് സ്കൊളാസ്റ്റിക്കയോട് ചോദിച്ചപ്പോൾ ഇപ്രകാരം പറയുകയാണ് ഉണ്ടായത്: ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ കേട്ടില്ല. അതിനാൽ ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, അവിടുന്ന് കേട്ടു. ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടെന്ന് മനസ്സിലാക്കി ബെനഡിക്റ്റ് രാത്രി മുഴുവൻ അവളോടൊപ്പം ചിലവഴിക്കാൻ തീരുമാനിച്ചു. 3 ദിവസത്തിന് ശേഷം സ്കൊളാസ്റ്റിക്കയുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് ഉയരുന്നത് ബെനഡിക്റ്റ് ദർശിച്ചു. അവളെ ബെനഡിക്റ്റ് തന്നെ തയ്യാറാക്കിയ കല്ലറയിൽ സംസ്കരിച്ചു. വിശുദ്ധ സ്കൊളാസ്റ്റിക്ക 547 അന്തരിച്ചത്. അവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ലെങ്കിലും ഈ തിരക്കിട്ട ലോകത്തിൽ ഒരു നിമിഷം നിശബ്ദമായിരിക്കാനും നമ്മളുടെ ഹൃദയത്തിലെ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഉറവുകളെ കണ്ടെത്താനും ഈ വിശുദ്ധ നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ സ്നേഹമുണ്ടെന്നും നമ്മുടെ പ്രാർത്ഥനകൾക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കുമെന്നും വിശ്വസിക്കാനും ഈ വിശുദ്ധ നമ്മെ പഠിപ്പിക്കുകയാണ്. കൂടുതൽ സ്നേഹിക്കുന്ന ഹൃദയത്തിന് ഈ ലോകത്തിൽ കൂടുതൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വിശുദ്ധ സ്കൊളാസ്റ്റിക്കയുടെ ഓർമ്മ നമ്മെ നയിക്കുകയാണ്.